എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ത്രിപുരയിലേക്കുള്ള യാത്രയിൽ നമ്മളിപ്പോൾ ഉള്ളത് മേഘാലയയിലാണ്. മേഘാലയയിലെ ഈസ്റ്റ് ഗാരോ ഹിൽസിലെ റോങ്ജാങ് എന്ന വില്ലേജാണിത്. സമയം ഇപ്പോൾ അതെ രാവിലെ 6 മണിയാകുന്നേ ഉള്ളൂ. നോക്കി എന്നാ സൂര്യപ്രകാശം നോക്കി. ഒരു 4:30 ആയപ്പോഴേ ഇവിടെ സൂര്യൻ ഉദിച്ചു. നമ്മളിന്നാൾ മേഘാലയയിലെ വാരിച്ചോര പോയില്ലേ, ആ വാരിച്ചോരയിലേക്ക് പോകുന്ന റൂട്ടായത്. നേരെ ഇവിടുന്ന് ഒരു 100 കിലോമീറ്റർ മിച്ചം പോയാൽ മതി. എന്നാൽ പിന്നെ രാവിലെ പോയേക്കാം അല്ലേ. ത്രിപുരയ്ക്കല്ല കേട്ടോ രാവിലെ ഇപ്പം നമ്മൾ പോകുന്നത്. നമുക്ക് ആദ്യം ലോഡ് ഇറക്കേണ്ട സ്ഥലത്തേക്കാണ്, ഷില്ലോങ്ങിനടുത്തേക്ക്. ബസ്സൊക്കെ ഉണ്ട്, ട്രിപ്പ് ബസ്സൊക്കെ ഉണ്ട്, കുറവാണെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നും ത്രിപുരയിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്ര നേരത്തെ ഇവിടെ നേരം വെളുക്കുന്നതല്ലേ. അതെ അതെ, നല്ല നമ്മുടെ അവിടെ ഒരു 9 മണി 10 മണി ആയ ഒരു പ്രതീതിയാണ്. ആ, ഓരോ സമയം അനുസരിച്ച് വ്യത്യാസം കാണും കേട്ടോ. ഓരോ സമയത്ത് മാറും. ഇവിടെയൊക്കെ ബസ്സൊക്കെ ഉണ്ടല്ലേ, ബസ് റൂട്ടായത്. ബസ്സുണ്ട്. ബസ് എങ്ങനെയാന്ന് വെച്ചാൽ ഈ രാവിലെ ഓരോ സമയത്ത് മാത്രമേ ഉള്ളൂ, അധികമൊന്നുമില്ല. ബസ്സിനൊക്കെ നല്ല ചാർജുവാ. ഇന്നലെ നമ്മളവിടെ നിന്ന് ആളോട് സംസാരിച്ചപ്പോഴേ പുള്ളി പറഞ്ഞ ഇവിടെ 45 കിലോമീറ്ററാ ദുദിനോയി പോകാൻ. 200 രൂപ ഒരാൾക്ക് ഒരു സൈഡിലേക്ക് പോയിട്ട് വരണമെങ്കിൽ 400 രൂപ ആവുമെന്ന് പറഞ്ഞു. ബസ്സിനും അല്ല ട്രിപ്പ് വണ്ടിയൊക്കെ അല്ലാതെയുള്ള വണ്ടികളും ഉണ്ട്, ജീപ്പോ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. കടയൊന്നും തുറന്നിട്ടില്ല കേട്ടോ. നേരം വെളുത്തെങ്കിലും രാവിലെ കടകളൊന്നും തുറന്നിട്ടില്ല. മേഘാലയ 3 ഹിൽസുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഗാരോ ഹിൽസ്, ജയന്തിയ ഹിൽസ്, ഖാസി ഹിൽസ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈസ്റ്റ് ഗാരോ ഹിൽസിൽ കൂടാ. ഇവിടുന്ന് കയറ്റം തുടങ്ങി. ഇത് നല്ല കയറ്റമാണല്ലോ. ഈ മല കയറി അപ്പറേ ഇറങ്ങണമെന്ന് തോന്നുന്നു. റിയാങ് ഡോ നോങ്സ്റ്റോ. ഇത് വായിക്കണമെങ്കിൽ ഇത്തിരി വേണമല്ലോ, നാക്ക് കൊടുക്കുമല്ലോ. ഇങ്ങോട്ട് സൂര്യൻ വന്നില്ല കേട്ടോ, സൂര്യൻ അപ്പറയാ. ഇത് മല തീരുന്നില്ലല്ലോ. വേറെ ഇവിടെ എങ്ങാനും നിർത്തുകയാണെങ്കിൽ നമുക്ക് രാവിലെ വല്ല ചായം വെച്ച് കുടിക്കായിരുന്നു. ഈ മല കേറിയിട്ട് കുടിച്ചാൽ അതെ, മല കേറിയിട്ട് കുടിച്ചാലും മതി. പെട്ടെന്ന് അല്ല, വണ്ടിയുടെ സൈഡിലെ നിഴല് കാണാം. അതുപോലെ ഈ ആസാമിലെ 2 ജില്ലകൾ വേർതിരിച്ചെടുത്തിട്ടാണ് ഈ മേഘാലയ രൂപീകരിക്കുന്നത്. 2 ജില്ലകൾ വേർതിരിച്ചപ്പോഴത്തേനും ഇതുപോലെ ഒരു സംസ്ഥാനം ഇത്രയും വലുത് ഉണ്ടെങ്കിൽ അപ്പം ആസാമിന്റെ വലിപ്പം എന്തായിരുന്നു? ആസാം വലിയൊരു സ്റ്റേറ്റ് ആയിരുന്നു. യുപിയെക്കാളും വലിയ സ്റ്റേറ്റ് ആയിരുന്നു. അങ്ങനല്ല, ജനസംഖ്യ കുറവായിരിക്കും. ആസാമിലുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇങ്ങോട്ട് കുറവാണ്. അതുപോലെ ഈ ഇത് ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് നമ്മളെ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ അറിയാം കറക്റ്റായിട്ട്. ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഇന്ത്യയുടെ ഈ റൈറ്റ് സൈഡ് ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെയല്ലേ കിടക്കുന്നത്. അപ്പം ആ മാപ്പ് എടുത്ത് കറക്റ്റ് നോക്കി അറിയാം. ഇപ്പം മേഘാലയം കൂടെ പണ്ടത്തെ ആസാമായിരുന്നു ഓർത്താൽ മതി. മേഘാലയം, മിസോറാമും ഒക്കെ. എത്ര വലുപ്പം വരുമെന്ന്. അല്ല, ഇവിടെയൊക്കെ നല്ല തണലുണ്ട്. സൂര്യപ്രകാശം ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഈ കയറ്റം കയറി ഇനി ഇറങ്ങുക. ഇതൊക്കെയല്ലേ നല്ല വഴി കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോൾ വഴി അടിപൊളി തന്നെ. ഇവിടെ ഒരു പൊല്യൂഷനും ഇല്ല, ശുദ്ധജലവും ശുദ്ധവായുവും, പിന്നെ വിഷമില്ലാത്ത ആഹാരവും. മരുന്നും കീടനാശിനികളൊന്നും ഇവർ ഉപയോഗിക്കുന്നില്ല ഇവർ കൃഷിക്കൊന്നും. അതേപോലെ തന്നെ ഇവിടെ കല്യാണം കഴിച്ചാൽ ചെറുക്കനെ പെണ്ണിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ചെറുക്കൻ എന്ന് പറഞ്ഞാൽ പെണ്ണ് വന്ന് ചെറുക്കനെ കല്യാണം കഴിച്ചു കൊണ്ടുപോവുക. നേരെ ഓപ്പോസിറ്റാ. നമ്മുടെ അവിടെ ഉള്ളതിന് നേരെ ഓപ്പോസിറ്റാ. ഇവിടെ അനന്തരാവകാശികളായിട്ട് ഒരു വീട്ടില് സ്ത്രീകളുണ്ട്, അവരായിരിക്കും ഇളയ പുത്രി, അങ്ങനെ ആയിരിക്കും. അത് തന്നെയല്ല, സ്ത്രീകൾക്ക് അവിടെ സ്വത്ത്. കുഞ്ഞുവാവ് കിടക്കുന്നുണ്ടോ? ഇവിടെ ഒന്ന് കല്യാണം കഴിക്കണേ ഇതുകൊണ്ട് കൊച്ചിനെയൊക്കെ പുറത്തിട്ട് ഇവിടെ നിന്നാ മതി. അവര് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. അത് തന്നെയല്ല, പക്ഷെ ഇവിടെ നിക്കണം, അങ്ങോട്ടൊന്നും വരത്തില്ല. ഇവര് ഇവിടെ നാട് വിട്ട് ഒരിടത്തോട്ടും പോവുകയല്ല. അതെ, അത് ശരിയാ. പിന്നെ നമ്മുടെ പിള്ളേർ സെറ്റ് കലിങ്കാലിരിക്കുന്ന പോലെ ഇവിടെ പെൺകുട്ടികളെ ഇവിടെ റോഡ് സൈഡിലൊക്കെ പോയി ഇങ്ങനെ ഇരിക്കും.
അതല്ല അവരുടെ എല്ലാം കണ്ടോ, ലേഡീസിന്റെ എല്ലാം എപ്പോഴും കഴുത്തേക്കൂടെ തോളയിലൊരു ബാഗുണ്ട്. പൈസയൊക്കെ അവിടെ അവരുടെ കയ്യിലാണ് എല്ലാം. അവരെ കൂടുതൽ കച്ചവടം ചെയ്യുന്നതൊക്കെ അവരെ കൂടുതൽ. അതെ അതെ അതെ. കണ്ടോ അമ്മച്ചി വന്നു, അമ്മച്ചിയുടെ തോളൊക്കെ ഉണ്ടോ, ഒരു ബാഗ് കിടക്കുന്നുണ്ടോ? എല്ലാവരുടെയും തോളലുണ്ട് ഇങ്ങനെ ഒരു ബാഗ്. സ്ത്രീകളുടെ തോളല്. നമ്മുടെ അവിടുത്തെ പോലെ എല്ലാ കൃഷികളും ഇവിടെ ഉണ്ട്. കപ്പയും വാഴയും ചേമ്പും കാച്ചിലും ചേനയും റബ്ബറും അതെ തേയിലയും പനങ്കുരു അടയ്ക്ക എല്ലാ സാധനവും ഉണ്ട്. ചണം. ഒരു കൊച്ചു കേരളം തന്നെ ഇത്. കേരളമായിട്ട് അത്ര കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരൊറ്റ കേസ് കെട്ടേ ഉള്ളൂ. പച്ചമീനും കിട്ടുന്നില്ല, കടലും ഇല്ല. പച്ചമീൻ കിട്ടും, വളർത്തുമീൻ കിട്ടും, വളർത്തുന്ന മീൻ. ആ അല്ലാതെ കടൽ മീനില്ല. കടൽ മീനില്ല. ഒരു മത്തി കൂട്ടി ആ ചോറുണ്ടാന്ന് വിചാരിച്ചാൽ നടക്കുമോ? അത് നടക്കില്ല. ഒരു മോദക്കറി കൂട്ടി കഴിക്കാന്ന് വിചാരിച്ചാൽ നടക്കുമോ? അതേപോലെ തന്നെ ഇവിടെ ഉള്ളവര് ഭയങ്കര ഫുട്ബോൾ കളിക്കാരാ. ഫുട്ബോൾ പ്രേമികളാ. അതെ, ഇഷ്ടം പോലെ ഗ്രൗണ്ടുകൾ സ്കൂളിൻ്റെ അടുത്താണേലും അല്ലാതെ ഇതുപോലെ ഒരുപാട് ഗ്രൗണ്ടുകളുണ്ട്. ഇപ്പോഴേ മഴയൊക്കെ പെയ്തുകൊണ്ടാണോ എന്നാ പച്ചപ്പാന്ന് നോക്കി. ഇവിടെയുള്ള ജനങ്ങളെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് രാവിലെ ഇതൊന്നും കണ്ടില്ല, നടക്കാനും ഓടാനും ഒക്കെ ഒത്തിരി പേരുണ്ട്. ഒരുപാട് പേര് ജോഗിങ്ങിനൊക്കെ പോകുന്നുണ്ട്. ഡിംറി മാർക്കറ്റ്. ചേട്ടൻ രാവിലെ കൊട്ടയൊക്കെ ആയിട്ട് പറമ്പിലേക്ക് പോവാ, ആടിനെയൊക്കെ ആയിട്ട്. അതിന് ബെൽറ്റ് പോലെ ഇട്ടേക്കുന്നത്. അത് തലയിലോട്ട് ഇടും, നെറ്റിയിലേക്ക് കയറ്റിയിടും. ആ വീഡിയോ ഉണ്ട്, നല്ല രസമല്ലേ? ഷീറ്റ് വെച്ച് നശിപ്പിച്ചോളാം. ഷീറ്റ് ഇട്ടേക്കുന്ന മാത്രമേ. നേരത്തെ എല്ലാം പുല്ലായിരുന്നു. അല്ല, പുല്ലല്ല, മറ്റേ ഓലയായിരുന്നു. അല്ല, മോള് വെച്ചൊരു ഷീറ്റ് ആണല്ലേ ഈ ഫ്രണ്ടിൽ കൊണ്ട് ഈ നീല ഷീറ്റ് വെച്ചപ്പോ അതിന്റെ അതും പോയി. മുകളിൽ ആ ഷീറ്റ് ഇട്ടാൽ അതിന്റെ മുകളിൽ ഓല മെയ്യാണ് നല്ലതാ. ഇത് ചൂടായിരിക്കും നല്ല. പിന്നെ ഇവിടെ ചൂടില്ല കേട്ടോ, ഇവിടെ തണുപ്പ്. നമ്മള് മല ഇല്ലല്ലേ, നമ്മള് മലയും കയറി വന്നില്ലേ, മല കയറി വന്നോണ്ട് ഇവിടെ തണുപ്പാ. നമ്മള് ഇടുക്കി ഒക്കെ പോകുന്ന പോലെ ഒരു കാലാവസ്ഥ. ഇടുക്കിയുടെ പോലെ ഒരു 20 ടെമ്പറേച്ചർ കാണുള്ളൂ. ഇവിടുന്ന് അടയ്ക്കൊക്കെ ഇഷ്ടം പോലെ ലോഡ് കയറി പോകുന്നുണ്ട്. റബ്ബർ തൈയും അതിന്റെ ഇവിടെ റബ്ബർ നഴ്സറികളൊക്കെ ഉണ്ട്. അതൊക്കെ മലയാളികളാ ഓപ്പറേറ്റ് ചെയ്യുന്നത്, കോട്ടയംകാരാ. ചിലപ്പോഴേ രാവിലെ ബോണ്ട കാണും കേട്ടോ, അതൊന്ന് നോക്കണേ. കാണും, ഇവിടെ കടയുണ്ട്. ഇവിടെ ബോണ്ടാന്ന് പറഞ്ഞ് കിട്ടുന്ന പാൽബണ്ണായിരിക്കും. അല്ല, വേറെ സാധനം കിട്ടും. അല്ല, ബോണ്ട നമ്മൾ അന്ന് വാടകയ്ക്ക് ഇറക്കാൻ പോയപ്പോ കിട്ടിയത്. അതൊരു സ്കൂളാ, അത് ഡോൺ ബോസ്കോ സ്കൂൾ. ഇവിടെ എന്തോ ചെക്ക് പോസ്റ്റ് ആണെന്ന് തോന്നുന്നു, ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഒരു കമ്പിളി നാരകമാണ്. കമ്പിളി നാരങ്ങ കിടക്കുന്നുണ്ട്. എന്തായാലും കാഴ്ച കിടക്കുന്നുണ്ടെങ്കിൽ റിയാങ്ഡോ 52 കിലോമീറ്റർ, ഷില്ലോങ് 181 കിലോമീറ്റർ. എവിടെയെല്ലാം കടകളുണ്ട്. ഈ കടകളെല്ലാം ശരിക്കും ഇപ്പം നേരത്തെ ഫുള്ള് പുല്ലേലായിരുന്നു, ഇപ്പം ഷീറ്റ് മേയാൻ തുടങ്ങി. ഷീറ്റ് മേഞ്ഞിട്ട് മോളിൽ പുല്ലും കൂടെ ഓലയും കൂടെ ഉണ്ടായിരുന്ന നല്ലതായിരുന്നു അല്ലേ? ഇവിടുത്തെ ഈ വാഴക്കൊക്കെ നല്ല പൊക്കമുണ്ട്, ഹൈറ്റ് കൂടുതലുണ്ട്. ഈ വഴിക്കുള്ള പാലങ്ങളെല്ലാം നല്ല റോഡും നല്ല പാലങ്ങളും ഒക്കെ. ഇഷ്ടം പോലെ വെള്ളം. അവിടെ ചങ്ങാടം ഉണ്ട്, ചങ്ങാടം. അതെ, മുളകൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ചങ്ങാടം. ഇത് എവിടെ എന്തോ ഉണ്ട്, അവിടെ കാണിക്കുന്നു. അവിടെ തന്നെ നോക്ക്. എൻട്രി കൊടുക്കാൻ എൻട്രി റെസിപ്റ്റ് ഇല്ല, 300 രൂപ കൊടുക്കാൻ പറഞ്ഞു. എങ്ങനെ കൊടുക്കുന്നു? പുള്ളിയാണ് ആടി നിൽക്കുന്നത്. രാവിലെ ഒരു ചെറുതടിക്കാനുള്ള കാശായിരിക്കും ചേച്ചി. ഇതെല്ലാം പെരുവേരാണോ നിൽക്കുന്നത്? ആണെന്ന് തോന്നല്ലോ. എന്തോ രാവിലെ അതെ, അതെന്ന് തോന്നുന്നത്. പോട്ടെ കാണിച്ചില്ല. അതെ അതെ അതെ. അത് 1 കിലോമീറ്ററിനകത്ത് ഇപ്പോൾ ഒരു 2-3 സ്ഥലമാണ്. ഇങ്ങനെ കൊടുത്തങ്ങ് പോയാൽ മതി. ഇത് കാണുമ്പോൾ ഇപ്പം ഞാൻ ഓർക്കുന്നത് പണ്ട് ജമ്മുവിൽ നിന്ന് ശ്രീനഗറിന് കയറി പോകുമ്പോൾ ഇതുപോലായിരുന്നു പോലീസുകാർ. എന്ന് പറഞ്ഞാൽ 500 മീറ്റർ പോലും ഇല്ല, അടുത്തടുത്ത് പോലീസ് നിൽക്കുക. ഓരോരുത്തർത്ത് ഇങ്ങനെ പൈസ എടുത്ത് ഇങ്ങനെ കൊടുത്തങ്ങ് പോയാൽ മതി. കാലി വണ്ടി കയറി പോകുമ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. ഏകദേശം ഒരു 7,000 രൂപ തൊട്ട് 10,000 രൂപ വരെ ആവുമായിരുന്നു. കാല് വണ്ടി ഓടി ആപ്പിൾ കയറ്റാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. തിരിച്ചു വരുമ്പോഴും കൊടുക്കണം.
തിരിച്ചു വരുമ്പോൾ ഇപ്പൊ പോയിട്ട് ഒരു 10,000-15,000 രൂപ അങ്ങ് പോകും. 15,000 അല്ലായാലും മുകളിൽ പോകും. പിന്നെ അതിൻ്റെ ഡ്രൈവറുടെ കഴിവനുസരിച്ച് എമൗണ്ട് കുറഞ്ഞിരിക്കും. അതായത് ഇച്ചിരി ബാർഗൈൻ ചെയ്തൊക്കെ കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഭാഷയൊന്നും അറിയത്തില്ലാത്തവരുടെ കയ്യിൽ നിന്നാണെങ്കിൽ നല്ല പൈസയാവും. ഇതെന്താ അതെ, പുറയുന്നൊരു മണികലൊക്കെ കേൾക്കുന്നു. മണികളിപ്പം കുറേ നേരമായിട്ടുണ്ട്. ആദ്യം പറഞ്ഞ് വെളിയിലെങ്ങാണ്ടാ. ഞാനും അങ്ങനെ ഓർത്തുന്നേ, വണ്ടി നിർത്തിയെടുത്തെല്ലാം മണി അടിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. ഇതിനകത്ത് മണി വല്ലതും ഉണ്ടായിരുന്നോ? അതറിയത്തില്ല. ചാത്തന്മാരും എല്ലാം കയറി വീണു. ഇപ്പം ഇല്ല, വണ്ടി നിർത്തിയപ്പോൾ ഇല്ല. വണ്ടി ഓടുമ്പോൾ നല്ലപോലെ മണി അടിക്കുന്ന സൗണ്ട്. ഞാനോർത്ത് അവിടെ എങ്ങാണ്ട് അല്ല ക്ഷേത്രം വല്ലതും എങ്ങാണ്ട് അവിടെ ആരെങ്കിലും മണി അടിക്കുന്നതായിരിക്കുന്നു രാവിലെ കണ്ട്. ഇപ്പം രണ്ടിടത്ത് നിർത്തിയെടുത്തും ആ സൗണ്ട് ഉണ്ടായിരുന്നു. ആദ്യം നിർത്തിയപ്പോ ഞാൻ ശ്രദ്ധിച്ചില്ല. രണ്ടാമത് കഴിഞ്ഞപ്പോ മണി അടിച്ചപ്പോ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ഇത് വണ്ടിയെന്നാണല്ലോ ചേച്ചി സൗണ്ട് വരുന്നത്. ഞാൻ ഇറങ്ങി നോക്കി, അപ്പൊ അപ്പുറത്ത് പറമ്പിന്നായിരിക്കും വിചാരിച്ചു. അടുത്ത് വേണ്ടേ ഇവരിങ്ങനെ ഇതുണ്ട്. ഇതിവിടെ ബെഡ്ഷീറ്റൊക്കെ ഇട്ട് ഇവിടെ കിടക്കുക കേട്ടോ, ഫുൾ ടൈം ഉണ്ട്. നമ്മളിപ്പോൾ കയറി വന്ന വഴിയാണ് കാണുന്നത്. ഇതൊരു വ്യൂ പോയിന്റാണ് കേട്ടോ. താഴെ നല്ല കുഴിയാണ് കണ്ടോ, ഉണ്ടേ അവിടെ. ഇവിടെ താഴോട്ട് എല്ലായിടവും കാണാം. ആ, പക്ഷെ ഇവിടെ വണ്ടി ഒതുക്കാനുള്ള ഒരു ഇടയില്ല. മഞ്ഞ് കോട കണ്ടോ? ആ ശരി, അങ്ങ് നോക്കിയേ. റോഡിന്റെ സൈഡ് മൊത്തം ഇത് കണ്ടോ, കാട് വളർന്ന് ഇങ്ങനെ വരെ നിൽക്കുക. അതുകൊണ്ട് വഴി റോഡിന് വീതിയുണ്ട് ശരിക്കും പറഞ്ഞാൽ, പക്ഷെ കാട് വളർന്ന് നിൽക്കുന്നതുകൊണ്ട് അധികം വീതി ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ തൊട്ട് ഇപ്പോൾ പുതിയ റോഡാണ്, പുതിയ ടാറിങ്ങാന്ന് തോന്നുന്നു. ഇല്ല, ഇത്ര ഇടയേ ഉള്ളൂ. നമ്മളെ താഴേക്ക് എന്നാ കുഴിയാന്ന് നിൽക്കുക, എന്നാ മലകളാണ്. മേഘാലയയുടെ മുക്കാലും പ്രദേശങ്ങളും മലമ്പ്രദേശങ്ങളാണ്. എനിക്ക് ആ വണ്ടിയുടെ ടയർ പഞ്ചറായിട്ട് അങ്ങനെ ഓടിച്ചോണ്ട് പോകുന്നുണ്ടോ. ഇത് അയ്യോ, ഇപ്പോഴും നല്ല സൗണ്ട്, മണിയടി സൗണ്ട്. എന്നാ സംഭവം കേട്ടോ, നല്ലൊരു സൗണ്ട് ഉണ്ട്. വെളിയിലൊന്ന് ഇറങ്ങി നോക്കാം, എവിടെ നിർത്തിക്ക്. ഇതുണ്ടോ, വണ്ടിക്കകത്ത് നല്ല സൗണ്ട്. വണ്ടിക്കകത്ത് നിന്നാണോ വെളിയിൽ നിന്നാണോ? ഇത് വല്ല ജീവികളും കരയുന്ന സൗണ്ടാണോ? എനിക്കൊരു സംശയം അല്ലേ. ആ, മണി അടിക്കുന്ന പോലെ അതേ സൗണ്ട് അല്ലേ? ആ, പക്ഷെ വണ്ടിയെ നല്ലത്. ചെവി പോയതാണോ? ചെവി ഈ വനത്തിനകത്തുനിന്നുള്ള എന്തോ ജീവികളുടെ സൗണ്ട്. അത് ജീവിയുടെ പോലെ. വെറുതെ വണ്ടിക്കകത്തിരുന്ന് സംശയിച്ചു, വണ്ടിയെ സംശയിച്ചു. ഇടയ്ക്ക് കൂടുക, ഇടയ്ക്ക് കുറയും. മണി അടിക്കുന്ന പോലെ തന്നെയാ. നിനക്കാവുമ്പോൾ ഭാഷ അറിയാം. പിള്ളേരോട് ചോദിച്ചു ഈ സൗണ്ട് എവിടുന്നാണ്. ഞാൻ ചോദിക്കത്തില്ല, പിള്ളേരുടെ അപ്പം വരുന്നുണ്ട്. അപ്പൊ സംശയം തീർത്തു. ആളോട് ചോദിച്ചു. അപ്പൊ ഇത് എന്തോ ഒരു ജീവിയാണ്, ഇത് ജംഗലിലുള്ള ജീവിയുടെ പോലെ എന്തോ ജീവിയാ, ചെറിയ ജീവിയാന്നാ പറഞ്ഞത്. സൗണ്ട് ഒന്നും അല്ല. ഞാനങ്ങനെ ഇല്ലാണ്ടായിരിക്കുന്നു. സൗണ്ട് കണ്ടോ അതിന്റെ? ഭയങ്കര സൗണ്ടാ, അമ്പലത്തിലൊക്കെ മണി അടിക്കുന്ന പോലെ തന്നെ. പക്ഷെ നമ്മള് ഒരുപാട് പ്രാവശ്യം മേഘാലയക്ക് വന്നെങ്കിലും ഇങ്ങനൊരു സൗണ്ട് കേൾക്കുന്ന ആദ്യമായിട്ടാ. അത് ഈ ഏരിയയിലേ ഉള്ളായിരിക്കും ഈ ജീവി. നമ്മളെ നാള് ബക്നാര് പോയപ്പോ മറ്റേ പ്രാണികളെ തിന്നുന്ന ഒരു ചെടി കണ്ടില്ലേ? ചെടിയുണ്ട്, അതെ അതെ അതെ. പറഞ്ഞ പോലെ ആ, എന്ന് പറഞ്ഞാൽ എന്തെല്ലാം സാധനങ്ങൾ. പൂരാ ഹിൽസാന്നാ പറഞ്ഞേ. ഷില്ലോങ് വരെ ഇതുപോലെ ഹിൽസാന്നാ പറഞ്ഞേ. ഇന്ന് വൈകുന്നേരം ചെല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും കിലോമീറ്റർ ഓടിയെത്തണ്ടേ? പറയുകയാണെങ്കിൽ ഒരു 200 കിലോമീറ്റർ താഴെ ഉള്ളൂ. ഇങ്ങനെ കയറ്റം കയറി ഇറങ്ങി പോകണം. ഇറങ്ങുന്നില്ല, കൂടുതലും കയറുന്നു. ഇപ്പൊ കൂടുതലും കയറുന്ന, ഇറങ്ങുന്ന കുറവാ. ഷില്ലോങ് അത്രയും ഹൈറ്റിലില്ല, നല്ല ഹൈറ്റിലുള്ള സ്ഥലമല്ലേ ഷില്ലോങ്. അതിനടുത്ത് വരെ പോകണം നമുക്ക്. അതുണ്ടാ ഒരു കുഞ്ഞു ചേട്ടന്റെ തോളെ. അതെ, ഇനി നമുക്കേ എവിടെയെങ്കിലും നിർത്തുവാണെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിക്കാം. നോക്കട്ടെ, ഇച്ചിരി വീതിയുള്ളിടം
നോക്കിയിട്ട് നിർത്താം. ഇല്ലേലും കുഴപ്പമൊന്നുമില്ല, ഇതിലധികം വണ്ടിയൊന്നും വരാനില്ലല്ലോ. പക്ഷെ പുല്ല സൈഡിൽ നിന്ന് കൂടെ നിറച്ചു നോക്കാം. ഒക്കെ നല്ല അടിപൊളി സ്ഥലവും നല്ല കാഴ്ചകളും. അതെ അതെ, നല്ല അടിപൊളി സ്ഥലങ്ങൾ, നല്ല മണ്ണും എല്ലാ കൃഷിയും. പൈനാപ്പിളൊക്കെ ഉണ്ട്, അപ്പുറമൊക്കെ പൈനാപ്പിൾ കൃഷി ചെയ്തിട്ടുണ്ട്. അതെ, എൻ്റെ കാര്യം മറന്നുപോയായിരുന്നു. നല്ല മധുരമുള്ള പൈനാപ്പിൾ. ആസാം പൈനാപ്പിൾ ആയിരിക്കും. അല്ലല്ല, ആസാമിനെക്കാട്ടും അടിപൊളി പൈനാപ്പിൾ ഇവിടുത്തെ. നമ്മുടെ അടുത്ത പോലെ അത്രയും അധികം മുള്ളില്ല, പരന്ന മുള്ള. പക്ഷേ അധികം ദിവസം ഇരിക്കത്തില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റാ, മധുരവും. ഇച്ചിരി നിരപ്പ് വരുമ്പോ അവർക്ക് ഇനിയും കയറ്റം ഇല്ലായിരിക്കും എന്ന് ഓർക്കും. ഇതിങ്ങനെ തന്നെ ആശില്ലോ, അതിലും വലിയ കയറ്റമാണ് വരുന്നത്. ഒത്തിരി വലിയ കയറ്റമാണോന്ന് ചോദിച്ചാൽ അല്ല, ഒരു സ്ലോപ്പായിട്ടുള്ള കയറ്റമാണ്. അതിങ്ങനെ മലക്ക് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കയറി 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 അങ്ങ് പോവാ. എന്നിട്ട് കുറച്ച് താഴോട്ട് ഇറങ്ങും, പിന്നെ അടുത്ത മല കയറും, അങ്ങനെ അങ്ങ് പോവാ. ഇതെന്തോ ഒരു ഫാക്ടറി ആണല്ലോ. ഈറ്റേ മോളെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവര് വീടും ഷെഡുകളും കടകളും എല്ലാം ഈ മുള വെച്ചല്ലേ ഉണ്ടാക്കുന്നത്. ഭിത്തിയൊക്കെ അത് തന്നെയാണ്, കട്ടയൊന്നും ഇല്ലല്ലോ. ഇതൊരു സ്കൂളാന്ന് തോന്നുന്നു അല്ലേ? സ്കൂളാ. ആ ഷെഡ് കണ്ടോ, നല്ല രസമല്ലേ, പുല്ല് കൊണ്ടുള്ള ഷെഡ്. എല്ലാവരും രാവിലെ കൊണ്ട് പറമ്പിൽ പോവാ. സഞ്ചിയൊക്കെ പുറത്തിട്ട്, കൊച്ചിനെയും പുറത്തിട്ട്. അതെല്ലാം മഴ എവിടെയോ മലയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, കലക്കവെള്ള. സ്കൂൾ ബസ് പിക്കപ്പല്ല എല്ലാവരും യാത്ര ചെയ്യുന്നത്. മേഘാലയ പോലീസ്, വെസ്റ്റ് ഖാസി ഹിൽസ്. അപ്പം വെസ്റ്റ് ഖാസി ഹിൽസിലേക്ക് നമ്മൾ കയറാൻ പോവാം. പോലീസുകാരൊക്കെ ഇരിക്കുന്നുണ്ടോ, യൂണിഫോം ഇല്ല, ഒന്നുമില്ല, ഒരു ബനിയനും ഇട്ട് സാധാരണ ആൾക്കാരിരിക്കുന്ന പോലെ. പോലീസാണോ നാട്ടുകാരാണോ എന്ന് കണ്ടാൽ മനസ്സിലാകത്തില്ല. ആ, ആരും യൂണിഫോം ഒന്നും ഇല്ല, ആരും യൂണിഫോം എടുത്തു. യൂണിഫോം ഇട്ട് ആരെയും കണ്ടില്ല. ആ, ഇല്ല. ലൈസൻസ് എടുത്തോണ്ട് വെക്കോ? ഓ, കുഴപ്പമൊന്നുമില്ല, ബില്ലൊക്കെ നോക്കിയിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഇവിടെ ഭയങ്കര മണിയടി. ശരിക്കും അമ്പലത്തിലെ പൂജ നടക്കുമ്പോൾ മണി അടിക്കുന്ന പോലെ തന്നെ. ഈ കാണുന്നുണ്ടല്ലോ, ഇത് ഫുള്ള് ഇല്ലിക്കാടാ. എന്തേരം സ്ഥലങ്ങൾ കൃഷിയൊന്നും ചെയ്യാതെ ചുമ്മാ കിടക്കുന്ന. അതെ, അധികമൊന്നും താമസിക്കണ്ട, അടുത്ത സെക്കൻഡും ബസ്സും ഒക്കെ കൊടുത്തോ, അല്ലാതെ വേറെ കാര്യമില്ല. കൊടുക്കോ കയറില്ല. നല്ല കയറ്റവാ. അതാണ് കോൺഫിഡൻസ്. ഇത്രയും വലിയ കയറ്റം ഇവിടെ ഉണ്ടെന്ന് ഓർത്തില്ല. നിരപ്പ് വഴി ഇങ്ങോട്ട് വന്നേച്ച് പെട്ടെന്നായിരുന്നു. നമ്മൾ മേഘാലയയിലേക്ക് കയറിയപ്പോഴേ വെസ്റ്റ് ഗാരോ ഹിൽസിലേക്ക് കയറിയ, പിന്നെ ഈസ്റ്റ് ഗാരോ ഹിൽസിൽ കൂടെ യാത്ര ചെയ്തു. ഇപ്പം നമ്മൾ വെസ്റ്റ് ഖാസി ഹിൽസിൽ കൂടെ പോകുന്നു. ഇപ്പോഴേ ഇപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് പോവാം. അപ്പം പുട്ടുണ്ടാക്കിയേക്കാം കേട്ടോ. പുട്ടിൽ ഉപ്പുമാവ് ഉണ്ടാക്കണം. ഉപ്പുമാവ് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാമല്ലോ. ഇന്നലെ പുട്ടിന് വേണ്ടിയിട്ട് പഴം മേടിച്ചാ. ഉപ്പുമാവ് ഉണ്ടാക്കുന്നതും പുട്ടുണ്ടാക്കുന്നതും എന്നാ വ്യത്യാസം? ഇച്ചിരി എളുപ്പം പുട്ടാന്നാണ് എനിക്ക് തോന്നുന്നത്. പുട്ടല്ലോ, പുട്ടുണ്ടാക്കണേ 3 പുട്ടുണ്ടാക്കും. ഉപ്പാണ് ഒരു പാത്രത്തിലിട്ടിട്ട് ഉണ്ടാക്കിയാൽ പോരെ. അന്നേരം അതിനകത്ത് എന്തെല്ലാം പരിപാടി ചെയ്യണം? മറ്റേ ഇതെല്ലാം ഉള്ളിയും ഇതെല്ലാം വേണം. പുട്ടിനാണെ ശാലം തേങ്ങാ മതി. അല്ല, പുട്ടുപൊടി നനച്ച് ഇച്ചിരി നേരം വെക്കണ്ടേ പുട്ടുണ്ടാക്കണമെങ്കിൽ? ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കഴിക്കണേ, തന്നെ ഉണ്ടാക്കി കഴിച്ചോ. വണ്ടി വരുമ്പോൾ ഇതൊക്കെ നടക്കത്തുള്ളൂ. കുഴപ്പമില്ല. ഈ ട്രിപ്പ് ചെല്ലുമ്പോൾ ഞാൻ വേറെ ആളെ കൂട്ടിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങോട്ട് വന്നേക്കില്ല, കൂട്ടിക്കൊണ്ട് വേറെ വഴിക്ക് പോക്കണം. അടുത്ത ട്രിപ്പല്ലേ പോകുന്നത്, അതിന് കൂട്ടിക്കൊണ്ട് അങ്ങോട്ടാണോ വരുന്നത്? അല്ല, ഈ ട്രിപ്പ് എന്ന് കഴിഞ്ഞിട്ടില്ലേ അടുത്ത ട്രിപ്പ് വേറെ ആളെ കൂട്ടത്തുള്ളൂ. ആ പുത്തേട്ട് പടിപ്പുരയുടെ പുറത്ത് അതിൻ്റെ അകത്തോട്ട് കയറിയേക്കല്ലെന്ന് പറഞ്ഞു. വേറൊരു ഡ്രൈവറെ വണ്ടിയൊക്കെ കൊണ്ടുപോകാൻ പറ്റിയല്ലേ? ഈ വണ്ടിയെ ഞാൻ മാത്രമേ പറ്റത്തുള്ളൂ.
രാവിലെ യുദ്ധസമാനമായ കാര്യങ്ങളാണല്ലോ നടക്കുന്നത് കർത്താവ്. ഞാനോർത്ത് ഞാനും രാജേഷോടെ പോയേക്കാന്ന് അടുത്ത ട്രിപ്പ് അങ്ങനെ ഓർത്ത്. അയ്യോ അതെ, എണ്ണയൊക്കെ ചൂടായി ഉപ്പ് ഉണ്ടാക്കിയേക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് കറിവേപ്പിലയുണ്ട്. അപ്പോൾ ക്യാരറ്റും തേങ്ങായും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം ഇട്ടു. സവാള എന്നിട്ടില്ല, ഇന്ന് ചുമന്നുള്ളി ഇട്ട്. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് പൊടിയിട്ട് കൊടുക്കും. അതെ, ഉപ്പുമാവും റെഡി, കാപ്പിയും റെഡി. വേഗം പഴം എടുത്ത് കഴിച്ചോ. ഇത് കണ്ടോ പെട്ടെന്ന് പഴുത്ത് പോകുന്നുണ്ട്. നമ്മൾ ആന്ധ്രായിൽ നിന്നൊക്കെ മേടിക്കുന്നതാണ് എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. അതെന്തോ ഒരു സാധനത്തിനകത്ത് മുക്കിയാ, കെമിക്കലിനകത്ത് മുക്കിയാവും അങ്ങോട്ട്. പച്ച തന്നെ അങ്ങനെ ഒരു കെമിക്കലിനകത്ത് മുക്കിയാ, അല്ലെങ്കിൽ അത് എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കുകയും ചെയ്യും. പക്ഷേ അതിനൊന്നും ടേസ്റ്റൊന്നും ഇല്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഇവർ അവരവരുടെ വീട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ട് കട വെച്ച് വിൽക്കുന്ന സംഭവം അത്രേ ഉള്ളൂ. ഇപ്പോഴേ രാവിലെ നല്ല വെയിലാണ്. ഗ്ലാസ് വെച്ചേക്കാം. വെച്ചോ പോന്നോ? ഇപ്പുറത്തെ സൈഡിൽ കയറി ഞാൻ ഓടിച്ചോളാം. കുറച്ചൊന്ന് ഓടിക്കട്ടെ. പറപ്പിച്ചു കേട്ടോ. പറപ്പിച്ച് വിടാനേ ഇറക്കത്തൊക്കെ പറപ്പിച്ച് വിടാം. പക്ഷേ വേറൊരു കുഴപ്പമുണ്ട്, നല്ല ഇറക്കവും താഴെ നല്ല കുഴിയാണ്. അതുകൊണ്ട് വലിയ വെടിയിലൊന്നും വിടാൻ പറ്റില്ല. ഒരു മിനിമം സ്പീഡിലേ പറ്റുള്ളൂ. പിന്നെ കയറ്റം ചെല്ലുമ്പോൾ പിന്നെ പറയേണ്ട കാര്യം ഇല്ലല്ലോ. പുട്ട് കഴിക്കാഞ്ഞിട്ട് വല്ല കുഴപ്പമുണ്ടായിരുന്നു ആർക്കെങ്കിലും? തള്ളിന് കുറവുണ്ട്. അപ്പം നമ്മളത് ഷാലാങ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. വെസ്റ്റ് ഖാസി ഹിൽസിലെ അതെ, ചെറിയൊരു ടൗണാണ്. അത്യാവശ്യം വലിയ ടൗൺ തന്നെയല്ലേ? ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു നല്ല ടൗണാണ്. ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ കിടപ്പുണ്ടല്ലോ. ഇവിടെ കാറുകളൊക്കെ ഉണ്ട്. അല്ലെങ്കിലും ബസ്സുകളൊക്കെ വളരെ കുറവാണ്. എന്ന് വെച്ചാൽ ജനസംഖ്യ കുറവായതുകൊണ്ട് എപ്പോഴും ബസ്സിന് പോകാനൊന്നും ആൾക്കാർ കുറവാണ്. അത് ഏതെങ്കിലും ഒരു സമയത്തൊക്കെ ഉള്ളൂ ബസ്സുകൾ. അതുകൊണ്ടാ നമ്മൾ ശരിക്കും നല്ല ഒരു മലയുടെ മുകളിലെത്തി, ടോപ്പിലെത്തി. മല മുഴുവൻ ഞാൻ ഓടിച്ച് കയറ്റി. ഇനി അങ്ങോട്ടുണ്ട്, ഇവിടെ കൊണ്ട് തീർന്നൊന്നും അല്ല. ഇറക്കം കിട്ടിയതിനാണോ ഈ പറയുന്നത്? അത് നല്ലൊരു ഇറക്കമാണ്. ഇറക്കാണ്, നല്ല സുഖമാണ്. വഴി തന്നെയാണല്ലോ നല്ല കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ വണ്ടികളും ഇല്ല, ഒരു വണ്ടി തിരക്കും ഇല്ല. ഏട്ടാ മുളയും കൊണ്ട് ഒരു വീട് പണിയുന്നു. വീടല്ല, കടയാ. മുളയല്ല, അത് പരമ്പല്ലേ, പനമ്പല്ലേ. അത് മുളയുടെ ഇത് വെച്ചുണ്ടാക്കുന്നു. ഇതൊരു പമ്പ്, പെട്രോൾ പമ്പൊക്കെ ഉണ്ട്. പക്ഷേ പെട്രോൾ പമ്പിലൊന്നും ഒരു തിരക്കുമില്ല. വണ്ടി ഉണ്ടായിട്ട് വേണ്ട തിരക്കുണ്ടാവാൻ. ഇതുണ്ട്, ആ വണ്ടികളെല്ലാം കണ്ടോ, അതെല്ലാം ടാറ്റയുടെ 4 വീൽ വണ്ടികളാണ്. ഇവിടെ ഈ മല മുഴുവൻ കയറണമെങ്കിൽ 4 വീൽ വണ്ടി വേണ്ടേ? അതെ, മല കയറുന്ന ഇങ്ങനെ മോശം വഴിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് 4 വീൽ വണ്ടി. ചെളിയുള്ളിടത്തും പിന്നെ വലിയ കുത്തു കയറ്റങ്ങളൊക്കെ 4 വീൽ കൊടുത്ത് കയറാമല്ലോ. ആ കാണുന്നതൊക്കെ വനമാണെന്ന് തോന്നുന്നല്ലേ? അല്ല, ഇതിൻ്റെ കൂടെ വനങ്ങളും ഉണ്ട്. അല്ല, മേഘാലയയുടെ ഒരു 65-70% വനമാണ്. അല്ല, ആ പാലത്തിൽ നിന്ന് വണ്ടി താഴെ പോയാന്ന് തോന്നുന്നത്. സൈഡെല്ലാം കൈവരിയെല്ലാം പോയി കിടക്കുന്നു. ഏതായാലും സമാധാനമായല്ലോ. അതെ, ഫസ്റ്റിലാണ് കയറി പോന്നെ. അതെ, ഇങ്ങനെ നമ്മൾ വരുമ്പോൾ ഓർക്കല്ലേ ഇത്രയും വലിയ കയറ്റവീടുണ്ട്. കയറട്ടെ. ശരിക്കുവേ ഇങ്ങനെ കയറ്റം കയറി നമ്മൾ അങ്ങ് ചെല്ലുമ്പോൾ ഒരു സമയമാവും. ഇന്നും നാളെ ഒന്നും അവിടെ ഇറക്കേണ്ട സ്ഥലത്ത് എത്തുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഇന്ന് രാവിലെ എത്തുമെന്നോ ഓർത്തത്. നാളെ രാവിലെയോ നാളെ കഴിഞ്ഞ് രാവിലെ എത്തിയാൽ ഭാഗ്യം. നാളെയൊക്കെ എത്തുള്ളെന്ന് തോന്നുന്നു. കാര്യം 200 കിലോമീറ്റർ താഴെ ഉള്ളൂ, 180 കിലോമീറ്റർ അങ്ങാണ്ടേ ഉള്ളൂ. 2 വഴിയുണ്ട്, 180 കിലോമീറ്ററിലും ചെല്ലും, ഒരു 155 കിലോമീറ്ററിലും ചെല്ലുന്ന വഴിയുണ്ട്. ഇനി അങ്ങോട്ട് ചെന്നിട്ട് ആരുടെയും ചോദിക്കണം. ലോഡാ ഇത്? ഇതുപോലെ മിക്കവാറും കുറേ വണ്ടികളുണ്ട്. ഇതുപോലെ ഭയങ്കര പൊക്കമുള്ള എന്നാ സംഭവം എന്ന് അറിയില്ല. ഇതിൽ കൽക്കരിയാണോ? കൽക്കരി അത്രയും പൊക്കത്തിൽ. അതെ, അവിടെ വേറൊരു വണ്ടി കിടപ്പുണ്ട്. അതെ, കൽക്കരിയാണോ തോന്നുന്നത്? കൽക്കരിയാണെന്ന് തോന്നുന്നു. അത് സ്ഥിരം ഇതിലെ ഓടുന്ന വണ്ടികളാണ്. അത് ഒത്തിരി ലോങ് പോകുന്നൊന്നുമല്ല. ഇതുണ്ടോ ഇവിടുത്തെ വീടുകളൊക്കെ ഉണ്ടോ, പുല്ല് വെച്ച് വേണത്, പുല്ലും ഓലയൊക്കെ വെച്ച്, പനമ്പുമൊക്കെ. ഇതുണ്ടോ കൽക്കരിയാണ് അവിടെ ലോഡ് ചെയ്യുന്നത്. അതെ, ഇത് വേറെ എവിടുന്നോ അത് ഈ ആട കേട്ടോ, അവിടെ വേറെ എവിടുന്നോ ഖനനം ചെയ്ത് ഇവിടെ കൊണ്ടുപോയി ഇട്ടേക്കുന്ന, ചെറുവണ്ടിക്ക് കൊണ്ടുവന്നേക്കുന്നത്. എന്നിട്ട് ഇവിടുന്ന് ലോറിയെ കയറ്റി വിടുന്ന. ഇതെന്നാ വില്ലേജ്? ഇതൊന്ന് വായിക്കണമെങ്കിൽ കൈലോങ് മത്തേയ് വില്ലേജ്. നോങ്സ്റ്റോൺ 74 കിലോമീറ്റർ, സ്വില്ലോങ് 161 കിലോമീറ്റർ. ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇതുണ്ട്, അത് കുരിശ് അങ്ങനെ പണിത് വെച്ചേക്കുന്നതിനാണ്, മനസ്സിലായില്ല. ഒരു വലിയ ബിൽഡിങ് ഉണ്ട് ഇത്രയും ദൂരം ഓടി വന്നിട്ട്. പക്ഷേ ഇത് ഇച്ചിരി പഴക്കമുണ്ട്. എന്നാലും പെയിൻ്റ് ഒന്നും അടിക്കാത്തതാണെന്ന് തോന്നുന്നു. അതിന് നമ്പർ പ്ലേറ്റ് കണ്ടോ, പ്രൈവറ്റ് ആണല്ലോ, വെള്ള നമ്പർ പ്ലേറ്റ്.
മേഘാലയയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഷില്ലോങ്ങാണ്. അപ്പൊ അങ്ങോട്ടാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ, കൊൽക്കത്തയിലെ ഭൂമിശാസ്ത്ര പ്രൊഫസറായിരുന്ന ഷീബ പി ചാറ്റർജിയാണ് ഈ മേഘാലയ എന്ന പേര് നൽകിയത്. ആണോ? നല്ല പേരാണല്ലോ അല്ലേ? മേഘങ്ങളുടെ ആലയം. കവിയത്രി ആയിരിക്കും മിക്കവാറും. പ്രൊഫസറാന്ന് പറഞ്ഞപ്പോ നീ കവിയത്രിയാണോന്ന് അറിയത്തില്ല. കാവ്യാത്മകമായിട്ട് എഴുതുമ്പോ കവിയത്രി ആയിരിക്കും. ഇവിടുത്തെ ലിപി ഇംഗ്ലീഷാ, പക്ഷെ ഇംഗ്ലീഷ് നമ്മൾ വേർഡ്സ് വായിക്കുന്ന പോലെ വായിക്കാൻ പറ്റില്ല. അതെന്നറിയോ? ഇവിടുത്തെ ഭാഷ ഗാരോ ഭാഷയാ. ഗാരോ ഭാഷയില് നമ്മളിപ്പം മലയാളം ഇംഗ്ലീഷിൽ എഴുതിയല്ലേ എന്ന് പറഞ്ഞ പോലെ ഗാരോ ഭാഷയിൽ അവര് ഇംഗ്ലീഷ് അക്ഷരം കൊണ്ടാണ് എഴുതുന്നത്. ഇവർ ഈ ഗാരോയ്ക്ക് ലിപി ഇല്ലല്ലോ, അതുകൊണ്ട് ഇവർക്ക് കുറച്ച് ഇംഗ്ലീഷൊക്കെ ഇച്ചിരൂടെ അറിയാമെന്ന് തോന്നുന്നു. നോങ് ദാജു വില്ലേജ് ഇത്. ആ വീട് കണ്ടോ? നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള വീട് പോലെ തന്നെ ഇതുണ്ടോ? ഇതൊക്കെ അങ്ങനെ തന്നെയാണ്, പക്ഷെ പൊക്കം കുറവാ, ചെറിയ വീടുകൾ. ഇവിടെ എല്ലാം ഇപ്പം ഷീറ്റായി കേട്ടോ, ടിൻ ഷീറ്റായി. ആ മുളയും പനമ്പും ഒക്കെ കൊണ്ടുണ്ടാക്കുന്ന വീട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇതുപോലെ ഈ ടാറ്റയുടെ വണ്ടികൾ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ഇതൊന്നും ഓടാതെ കിടക്കുന്നതാണ്. ഇതെല്ലാം 4 വീൽ വണ്ടിയാ. ഇതുണ്ടോ നല്ല വീടുകളൊക്കെ? രസമുണ്ട് കാണാൻ. നമ്മുടെ അവിടുത്തെ വീട് പോലെ തന്നെ. ഈ വണ്ടികളെ മിക്കവാറും എന്നാന്നറിയോ, ഇപ്പൊ ഓട്ടോ ഇല്ലാത്ത സമയമായിരിക്കും, കൽക്കരിയും അതൊക്കെ ഓടുന്ന വണ്ടികളായിരിക്കും. ഇപ്പൊ ഇവിടെ മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് ഓട്ടോ ഇല്ലാത്തതുകൊണ്ട് ഒതുക്കിയിട്ടേക്കുന്നതാന്ന് തോന്നുന്നു. ഇവിടുത്തെ ഒരു പള്ളി, സ്കൂളും കൂടെ കേട്ടോ. നോങ് വില്ലേജ്. വായിക്കണേ വണ്ടി ഒന്ന് നിർത്തേണ്ടി വരും അല്ലേ? അതെല്ലാം അത് ഹോട്ടലും മുറുക്കാങ്കടയൊക്കെയാ. എല്ലാം പലക വെച്ചാ മറിച്ചേക്കുന്ന. ഓരോ സ്ഥലത്തുവേ സുലഭമായിട്ട് കിട്ടുന്ന സാധനം കൊണ്ടാണ് ഒരു വീടും ഷെഡും ഒക്കെ പണിയുന്നത്. ഇനിയിപ്പം കയറ്റമൊക്കെ കയറി ഒന്ന് ഇനി അടുത്ത ഇറക്കം ഇറങ്ങാം. ഇത് ഭയങ്കര വളവും തിരിവാണല്ലോ. അതെ, ഇറക്കം അത് രസമുണ്ട്. കഴിഞ്ഞില്ല, അടുത്ത ഒരുവനോടുണ്ട്. അവനതേ മറിഞ്ഞു പോന്നു. ഇനിയുണ്ട്, ഇതിനൊരു അവസാനം ഇല്ലേ? ഇനിയിപ്പോ ഇറക്കം ഇറങ്ങുക. കുറെ കയറ്റം കയറി വന്നില്ലേ, ഇനി ഇറങ്ങിച്ച് ഇനി അടുത്ത കയറ്റം കയറാം. ഈറ്റ എന്തായാലും നിൽക്കുന്നതെന്ന് നോക്കിയേ. ഇത് വെച്ച് പിടിപ്പിച്ചേക്കുന്നോ? കൃഷി ചെയ്തേക്കുന്ന പോലെ തോന്നുന്നു അല്ലേ? ഇറക്കം ഇറങ്ങി എന്റെ ക്ഷീണം അങ്ങ് മാറിയില്ലേ? അതെ അതെ, ഇങ്ങനെ തന്നെയാണ്. ഷില്ലോങ് വരെ ഇതായിരിക്കും അവസ്ഥ. അടുത്ത ഇറക്കമായി. നല്ലൊരു കുളം. ഇതിവിടുത്തെ ഒരു അംഗൻവാടിയാന്ന് ഓർത്തോണ്ടാ കയറി വന്നു, പക്ഷെ അംഗൻവാടി ഒന്നുമല്ല കേട്ടോ, ഇതൊരു ക്ലിനിക്കാണ്. ഇന്നിവിടെ മെഡിസിനൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇവിടെ വന്നേക്കുന്ന കുട്ടികളെയൊക്കെ ആയിട്ട്. പിള്ളേർക്ക് കുറച്ച് ശർക്കര വരട്ടിയൊക്കെ ഉണ്ട്. ഓക്കെ, ബൈ. ഹായ്. ഇപ്പൊ ഇവര് വരുന്ന കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഇത് അംഗൻവാടിയാന്ന് ഓർക്കത്തുള്ളൂ. ഹായ്. ആരോട് ചോദിച്ചിട്ടാ ഡ്രൈവിംഗ് സീറ്റൊക്കെ ആയിരുന്നു? എന്റെ വണ്ടിയിൽ ആരോട് ചോദിക്കാനാ ഇപ്പൊ? ആഹാ, അപ്പൊ അവിടെ അംഗൻവാടി എന്നോർത്ത് കയറിയോണ്ട് എത്രയും പേരെ പരിചയപ്പെടാൻ പറ്റും. അതെ, ഹെൽത്ത് സെന്റർ ആയിരിക്കും അല്ലേ? ഹെൽത്ത് സെന്റർ പോലെയാന്ന് തോന്നുന്നു. കൊച്ചുപിള്ളേരാണല്ലോ. കൊച്ചു പിള്ളേരെയും കൊണ്ടാ വന്നേക്കുന്നേ കൂടുതലും. നമ്മളെ അവിടെ ഇല്ലേ ആഴ്ചയിൽ ഒരു ദിവസം ഇഞ്ചക്ഷൻ എടുക്കാനും തൊള്ളിമരുന്നൊക്കെ കൊടുക്കാനായിട്ട്. അതുപോലെ ആയിരിക്കും. നോങ് ഗുംഡാങ് വില്ലേജ്, നോൺ ഗുംഡാങ്, അതൊക്കെ പിന്നെയും വായിക്കാൻ എളുപ്പമുണ്ട്. അതെ, അടുത്ത വില്ലേജിലെത്തി. ഈ വഴിയെല്ലാം അടുത്തടുത്തടുത്ത് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവർക്കും അവധിയാണോന്ന്? എല്ലാരും ഉണ്ട് കവലല്ലേ. പോകുന്നുണ്ട് അവിടെ ഇരുന്ന്. സാധാരണ ഇങ്ങനെ കവലയിലൊക്കെ പെൺപിള്ളേരും ഇരിക്കുന്നത് കാണുന്ന, ഇത് പക്ഷെ പെൺപിള്ളേരെ കണ്ടില്ല അല്ലേ? ഇല്ല, എല്ലാരും ജോലിക്ക് പോയി, അതുകൊണ്ടാ. ഇത് ഒരു സ്കൂളാട്ടോ. ഇത് സ്കൂളാ, ഇത് ഡോൺ ബോസ്കോ സ്കൂളാ. ചെറിയ സ്കൂളുകളാ അല്ലേ? ചിലയിടത്തുനിന്ന് വലിയ സ്കൂളുകളാണ്.
ഈ ടിപ്പറുകൾ എന്തേരം ഇങ്ങനെ ഓടാതെ കിടക്കുന്ന ഇഷ്ടം പോലെ വണ്ടികൾ കിടപ്പുണ്ട്. അത് ഒരാളുടെ തന്നെ ആയിരിക്കും ഒത്തിരി വണ്ടി തന്നെ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ടയറൊന്നും ഇല്ല കട്ടപ്പുറത്ത് നിൽക്കുന്നത്. ഇതും ഒരു സ്കൂളാന്ന് തോന്നുന്നു. സ്കൂളിൻ്റെ ഗ്രൗണ്ട് കണ്ടോ? അടുത്തടുത്ത സ്കൂളുകളൊക്കെ ഉണ്ട്. സ്കൂൾ ഇഷ്ടം പോലെ ഉണ്ട്. തടി കയറ്റുന്നു. അത് ഒരു ചർച്ചാന്ന് തോന്നുന്നു മുകളിൽ കാണുന്നത്. അതെ, പുള്ളി ഉണ്ടോ അവിടെ കുക്ക് ചെയ്യാൻ തുടങ്ങുക. വണ്ടിയുടെ ഡ്രൈവർ സൈഡിലിരുന്ന്. അപ്പുറത്തെ സൈഡിലെങ്ങാനും ഇരുന്ന് കുക്ക് ചെയ്യാനുള്ള അന്തരീക്ഷം എന്നാ ക്ലിയർ ആണെന്ന് നോക്കിയേ. ഇഷ്ടംപോലെ മേഘങ്ങളും ഉണ്ട്. ഇവിടെ എല്ലാം ഈ ഈറ്റ കൃഷി കേട്ടോ. ഇതെല്ലാം വെച്ച് പിടിപ്പിച്ചേക്കുന്ന നല്ല രസമായി ഈ ഈറ്റ ഒരേ ലെവലിൽ നിൽക്കുന്ന കാണാനായിട്ട്. ടാക്സി വണ്ടി കണ്ടോ, മഞ്ഞയും ബ്ലാക്ക് ഓടിച്ചേക്കുന്നത്. അതെ, ഷില്ലോങ്ങിൽ നിന്ന് വരുന്നതായിരിക്കും. അവിടുന്ന് വരുന്നത്. ഇപ്പൊ ടൂറിസ്റ്റുകളുടെ വണ്ടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. ടൂറിസ്റ്റ് വണ്ടികൾ പോകുന്നുണ്ട്. ചിലപ്പോഴേ പാരിച്ചോരക്കൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കും. പാരിച്ചോരയും കുറെ സ്ഥലങ്ങളുണ്ടല്ലോ മേഘാലയ കാണാനല്ലേ. അതുപോലെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നവരായിരിക്കും. കണ്ടോ, ഇതെല്ലാം വെച്ച് പിടിപ്പിച്ചേക്കുന്ന. ഇത് കൃഷി ചെയ്തേക്കുന്ന. ഇതിന് വലിയ പണിയൊന്നുമില്ല, ചുമ്മാ വെച്ചാൽ മതിയല്ലോ അല്ലേ. വളവും വേണ്ട, ഒന്നും വേണ്ട. അല്ലെങ്കിൽ ഇവിടെ ഒന്നിനും വളം ഉപയോഗിക്കുന്നില്ല. ഇതൊരു പോലീസ് ചെക്ക് പോസ്റ്റ് ആണെന്ന് തോന്നുന്നു. അതെ, വെസ്റ്റ് ഖാസി ഹിൽസ്, മേഘാലയ പോലീസ് വെസ്റ്റ് ഖാസി ഹിൽസ് നടത്തേണ്ടി വരും. അല്ല, നോക്കിയിട്ട് കൊള്ളാൻ പറഞ്ഞു. കോ ഓടിക്കുന്ന കുറച്ചു നേരം. ഞാൻ ഓടിച്ചോളാം. അങ്ങോട്ട് നോക്കിയേ, മലനിരകൾ കണ്ടോ, എന്നാ പച്ചപ്പാന്ന് നോക്ക്. നമ്മൾ ആ ഗവിയിലൊക്കെ വനത്തിലേക്ക് പോവല്ലേ, അതിലേ പോകുന്ന പോലുള്ള പച്ചപ്പാ ശബരിമല വനത്തിന്റെ. അതെ, ഈറ്റക്കാടും അല്ലേ. അതെ, സ്കൈയുടെ കളർ കണ്ടോ, എന്നാ നീല കളറാന്ന് നോക്കി. നമ്മള് ലഡാക്കിലൊക്കെ ചെന്ന അല്ലേ. അതെ, കണ്ടോ, നല്ല പുല്ല് കൊണ്ടൊരു വീട് പണിതേക്കുന്നത്. അതെ, ഇന്നലത്തെ പേരയ്ക്ക കഴിച്ചു തീർത്തോ? അല്ല, അത് പഴുത്തു പോകും. ഈ വില്ലേജിന്റെ പേരാണ് ലാംഗോംഷിങ്. ഇവിടെ ഇത് വേറൊരു സൗണ്ടാണല്ലോ. ഇത് വേറെ എന്തോ സൗണ്ടാ. മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ഞാൻ വണ്ടിക്കടി മൊത്തം കയറി ഇറങ്ങും. ഇത് എവിടെന്നാ സൗണ്ട് വരുന്നത്? അപ്പോഴേ ഇവിടെ നല്ല ചെറിയൊരു കാട്ടരുവിയുണ്ട്. നമുക്ക് അവിടുന്ന് കുറച്ച് വെള്ളം എടുത്തുണ്ടാകും. ബക്കറ്റിലെ വെള്ളം തീരാറായി. എന്നെ സൗണ്ടാന്ന് കണ്ടോ. വ്യത്യസ്തമായ ചീവീടുകളായിരിക്കും ഇത്. ആയിരിക്കും, വ്യത്യസ്തമായ സൗണ്ടുകൾ എന്തെല്ലാം അല്ലേ. ഇതുപോലെ സൗണ്ടൊക്കെ ഞാൻ ആദ്യം കേൾക്കാം കേട്ടോ. കാരണം ചീവീടിന്റെ സൗണ്ട് നമ്മളവിടെ ഇഷ്ടം പോലെ കേൾക്കുന്നത്. മുമ്പേ മണിയാടി സൗണ്ടായിരുന്നു. ഇത് വേറൊരു സൗണ്ട്. ഇത് ഖാസി ഹിൽസ് ആയി, അതുകൊണ്ടാണോ? ഖാസി ഹിൽസിലെ ചീവീടാ ആയിരിക്കും ചിലപ്പോൾ. ഈ ചെടിയുണ്ട് ഈ നിൽക്കുന്നേ. ഇത് നമ്മുടെ അവിടെ ഇഷ്ടം പോലെ ഉള്ള സാധനമല്ലേ. പക്ഷെ നമ്മുടെ ഇവിടുത്തെ വ്യത്യാസമുണ്ട്. ഇത് ഇച്ചിരി കൂടെ ഇതിൻ്റെ ഇലയൊക്കെ ഇവര് സബ്ജിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്നു. ഇതാ രണ്ട് പൈപ്പും ഇട്ടിട്ടുണ്ടല്ലോ. കുളിക്കായിരുന്നു, കുളിച്ചാലോ? ഞാൻ കുളിക്കാൻ പോന്നാ. ഞാൻ കുളിക്കാം. താഴത്തെ വെള്ളം എടുത്ത് കുടിക്കണം. ഇത്രയും വലിയ പൈപ്പ് ഇരിക്കുന്നുണ്ട്. ഇത് ഒഴുക്ക് വെള്ളമാണ്. ഇത് മേളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാ. ഒഴുകി ഇവിടെ കിടക്കുമല്ലോ, ഒഴുകി പോവല്ലേ. ഒഴുക്ക് വെള്ളത്തിൽ അഴുക്കില്ലെന്നാ. നഞ്ച് കലക്കി പോയി, വെള്ളം പോയി. വണ്ടിക്കകത്തില്ല അല്ലേ, വെള്ളം വീഴും. ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് ചുമന്നുകൊണ്ട് പോകുമ്പോ തന്നെ പകുതി വെള്ളം പോകും. കുളിച്ച് ജപിച്ചൊക്കെ ഇവിടെ നിന്നാലേ വണ്ടി അങ്ങ് ഓടിച്ചെല്ലിയല്ല. ശുദ്ധമായ തണ്ണി പാത്തിട്ട് കുളിക്കാതെ പോലെ എപ്പടി ശുദ്ധമായ തണ്ണിയൊക്കെ അങ്ങേ ഇരിക്കും. എന്നാ അവിടെ പോയി കുളിക്കാം. അങ്ങോട്ട് നോക്കിയേ, ഭയങ്കര കാടാണല്ലോ. നിബിഡ വനോ. ആ മരം കണ്ടോ, ആ മരത്തിന്റെ ഷേപ്പ് ഇംഗ്ലീഷ് അക്ഷരം. ഇതേ 2 മരമാണോ ഒറ്റ മരമാണോ നോക്ക്. ഇത് ഒരു മരമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ 2 ചുവടുണ്ടല്ലോ അതിന്. 2 ചുവടുണ്ട്, അതിൻ്റെ പേരായിരിക്കും. എന്നാണെങ്കിലും കൊള്ളാം. ഇത് 2 മരമല്ല, ഇത് 3 മരമാണ്. ഒറ്റ മരമാണ്. ഇല നോക്കിയാൽ 3 സൈസ് ഇലയുണ്ട് ഇതിൽ. അത് ശരി കേട്ടോ. എല്ലാം കൂടെ കൂട്ടിപ്പിരിഞ്ഞാ കിടക്കുന്നത്. ചുവട് പക്ഷേ 2 ഉള്ളൂ കേട്ടോ. ഈ നിൽക്കുന്ന ചെറിയ കമ്പില്ല, ഇത് 2 കമ്പ്. അത് അതേലെങ്ങാണ്ട് ഉണ്ടായി വന്നാന്ന് തോന്നുന്നു.
അതോ അതിൻ്റെ ചൂടാണോ ഈ കാണുന്നത്? അതിനകത്ത് 2 ഉണ്ടോയെന്ന് അറിയത്തില്ല. എന്നാലും എല്ലാം കെട്ടുപിണഞ്ഞ ഇതുണ്ട്. ഇത് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് വെച്ചാ നമ്മുടെ അവിടെ ഉള്ള പോലെ തന്നെ റോഡ് സൈഡിൽ മൊത്തം അതെ. ആ ഇപ്പം കാസി ഹിൽസിൽ നിന്നും ഏമാരത്തിനടുത്ത് നിന്നും ജലജാതി രതീഷ്. ക്യാമറമാൻ രതീഷിനൊപ്പം ജലജ രതീഷ് പുത്തേ ട്രാവലോ. രതീഷ് ഒരു 10 മിനിറ്റ്, രതീഷ് ഒരു 10 മിനിറ്റ്. കാലാവസ്ഥയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു, മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ചെറിയൊരു LP സ്കൂൾ താഴോട്ട് നോക്കി, അതെ അവിടെ വലിയൊരു കുളം. ലേക്ക് എന്നാ ലേക്ക് ബാപ്റ്റിസ്റ്റോ ലേക്ക് ഇതാ ചാക്കിനകത്ത് കൂട്ടിയിട്ടേക്കുന്ന കൽക്കരിയില്ലേ? കൽക്കരി അതെ. ഇത് മരക്കരി. മരക്കരിയാ. കൽക്കരി മരക്കരി കറുത്ത് കാണുന്നതല്ല ഇപ്പൊ കൽക്കരിയാണെന്ന് തോന്നുക. കൽക്കരി ഉണ്ട് ഇവിടെ. കൽക്കരി ഖനനം ചെയ്യുന്നുണ്ട്. മുമ്പ് നമ്മൾ കണ്ടല്ലേ. ഇതുണ്ടോ ആ വീട് ഉണ്ടോ? എല്ലാം തടിയല. ഉംദൈൻ വില്ലേജ്. അല്ല ഇത്തിരി നിരപ്പുള്ള ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ അതൊരു വില്ലേജ്. അവിടെ കുറേ വീടുകൾ കാണാം. ഇതേ അക്കരെ ഒരു പള്ളി കാണുന്നു. ദേ ഇക്കരെ ഒരു സ്കൂള്. ഇങ്ങോട്ട് നോക്കി. ഇതൊരു സ്കൂൾ. ഇത് പഴയ സ്കൂളാ. ഇത് ഗവൺമെന്റ് സ്കൂളാന്ന് തോന്നുന്നു. LP സ്കൂളാ. അതുകൊണ്ടാ ഇവിടെ മരക്കരി ഉണ്ടാക്കുന്ന ആ മണ്ണിനടിയിൽ ഈ മരം ഇങ്ങനെ തടി കത്തിച്ചിട്ട് മണ്ണിട്ട് മൂടും. അങ്ങനെയാണോ? അങ്ങനെ. അതുകൊണ്ട് ഇതിനകത്ത് പുകയുന്നുണ്ടോ? അതിനകത്ത് അത് കരി ഉണ്ടാക്കാൻ വേണ്ടി മരം കത്തിച്ചിട്ടേക്കുന്ന. അതിന്റെ കറക്റ്റ് പരിപാടി എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇത് ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട്. കോരത്തോട്ടിലൊക്കെ വനത്തിൽ പോയി ആൾക്കാർ ഇങ്ങനെ ചെയ്യുമായിരുന്നു. എന്നിട്ട് ഈ കരി കൊണ്ടുവന്ന് വെക്കുമായിരുന്നു. അത് തന്നെ ഈ സംഭവം ഈ നടക്കുന്നത്. ഇത് ഒരുപാട് കാലത്തിന് ശേഷം കാണുക. അതുകൊണ്ട് അവിടെ തടി അടുക്കുന്നുണ്ടോ അവിടെ? അത് കണ്ടു. അപ്പം അങ്ങനെ തടി അടുക്കി കത്തിച്ചിട്ട് മണ്ണിട്ട് മൂടുക. അതിലിങ്ങനെ നീറി ഇത് പുകയും. അങ്ങനെ എന്നിട്ടത് കരിയാകുക. ഞാനിതുണ്ടാക്കുന്ന ആദ്യം കാണോ. നമ്മളെ വീട്ടിലടുപ്പി കത്തിക്കുന്ന കരിയെ കണ്ടിട്ടു. ആ കരി തന്നെയാ ഇത്. പക്ഷെ ഇത് വേറൊരു ഇങ്ങനെ മണ്ണിട്ട് മൂടി അത് അറിയത്തില്ലായിരുന്നു. അങ്ങനെ പിന്നെ കരിയാക്കി എടുക്കുന്ന. നമ്മുടെ അവിടെ ഒന്നും ഇപ്പൊ ഇത് പറ്റിയല്ല. എന്നുവെച്ചാൽ മരം അങ്ങനെ വെട്ടാൻ അനുവാദം ഇല്ലല്ലോ. കരിക്ക് ഭയങ്കര വിലയാ ഇപ്പം. ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും. കിട്ടും. അതെ, ഗ്രില്ല് ചെയ്യാനൊക്കെ. അതെ. ഇപ്പൊ ഇതുണ്ടോ കരി ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാന്ന് ഞാനിപ്പം ഭായിയോട് ചോദിച്ചേ. ഏറ്റവും അടിയിൽ വിറ ഇങ്ങനെ എടുക്കും. വലിയ കുഴി എടുക്കും. എന്നിട്ട് ഇടയ്ക്ക് അതുണ്ടോ അതുപോലത്തെ ഈ പച്ചല വാരിയിടും. എന്നിട്ട് അതിന് മുകളിലെടുക്കും. എന്നിട്ട് ഏറ്റവും മുകളിൽ മണ്ണ് വാരിയിടും. ഇതുണ്ട് ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പുണ്ട്. അപ്പോൾ ഇതിൽ അടി തീ കൊടുത്തേക്ക് അതിങ്ങനെ ഇരുന്ന് പുകഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ 3-4 ദിവസം കൊണ്ട് ഇത് കത്തിത്തീരും. അന്നേരം ഈ മണ്ണ് മാറ്റിയിട്ട് കരിയെടുക്കും. എന്നിട്ട് വെള്ളം തെളിക്കും. വെള്ളം വേണ്ടെന്നാണ് പറഞ്ഞു. ഞാൻ കേട്ടില്ല. അത് പറഞ്ഞു. ആണോ? ഈ മണ്ണ് മാറ്റി കഴിഞ്ഞിട്ട് അത് പാനിയിടൽക്കും. അപ്പോൾ ഇതാണ് സംഭവം. മനസ്സിലായല്ലോ? മനസ്സിലായി. ഇതിപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് കറക്റ്റായിട്ട് മനസ്സിലായത്. അപ്പോൾ ഇത് മഴ പെയ്ത് എന്ത് ചെയ്യും? മഴ പെയ്താലൊന്നും കുഴപ്പമില്ല. ഇല്ല. ബാരിഷായത്തോ എന്നാ പറഞ്ഞേ? കുഴപ്പമില്ലെന്നായിരിക്കും. ബാരിഷ് വരുന്നുണ്ട്. അതാ പറഞ്ഞത്. ഇവിടെ വന്ന് മഴ പെയ്താൽ എന്നാന്ന് ചോദിച്ചോളൂ. മഴ പെയ്യാൻ തുടങ്ങി. എങ്ങനെയുണ്ട്? ഞാൻ ചോദിച്ചോണ്ടൊന്നുമല്ല, മഴക്കാറുണ്ട്, അതുകൊണ്ടാണ് മഴ പെയ്ത്. ഇതേ മേഘാലയ മണ്ണേ നല്ല കട്ടിക്കാ മണ്ണിട്ടേക്കുന്നത്. അതുകൊണ്ട് മഴ പെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇല്ല, മഴ പെയ്താലും കുഴപ്പമില്ല. ഇലയുണ്ടല്ലോ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അതല്ല, അതിങ്ങനെ നീറി കിടക്കുമല്ലേ പുകഞ്ഞ്. അപ്പം അങ്ങനെ ഒരു അറിവും കൂടെ കിട്ടി. നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് അവിടെ കുറച്ച് തെളിച്ചം കാണുന്നുണ്ട്. ഇങ്ങോട്ടല്ല ഇരുണ്ടും വരുന്നുണ്ട്. മഴ അതെ, മഴ പെയ്തു. അപ്പം മുന്നോട്ടുള്ള യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിരുന്നു. നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതെ.